JEE Main 2024 Phase 1 31st January ഷിഫ്റ്റ് 1 ചോദിച്ച ചോദ്യമാണ് ക്വസ്റ്റ്യൻ നമ്പർ 16. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഉള്ള ചാപ്റ്ററിലെ വാലൻസ് ബോണ്ട് തിയറി അതുപോലെ തന്നെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി രണ്ടും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഈ ചോദ്യം. 4 സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. സ്ട്രെങ്ത് ഓഫ് ആനോണിക് ലിഗാൻസ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ബൈ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. എന്തുകൊണ്ട് ആനോണിക് ലിഗാൻസിന് കൂടുതൽ സ്ട്രെങ്ത് വരുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് വരുന്നില്ല, ഇതിനെക്കുറിച്ച് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിക്ക് ഒന്നും പറയാനില്ല. കാരണം സ്പെക്ട്രോ കെമിക്കൽ സീരീസിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ലിഗാൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക കാർബണൈൽ ഗ്രൂപ്പ്, CO, അതുപോലെ തന്നെ അമോണിയ, ഇങ്ങനെയുള്ള ന്യൂട്രൽ ലിഗാൻഡുകളാണ് കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത്. എന്തുകൊണ്ട് ആനയോണിക് ലിഗാൻഡുകൾക്ക് കൂടുതൽ സ്ട്രെങ്ത് വരുന്നില്ല, അത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ഒരു ലിമിറ്റേഷൻ ആണ്. സോ ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ബൈ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന് പറയുന്നത് തെറ്റാണ്. ഇറ്റ് ക്യാനോട്ട് ബി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ സ്റ്റേറ്റ്മെന്റ് A ഈസ് ഔട്ട്. അപ്പോൾ തന്നെ നമുക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഓപ്ഷൻസും എലിമിനേറ്റ് ചെയ്യാം. ഇനി അടുത്തത്, വാലൻസ് ബോണ്ട് തിയറി ഡസ് നോട്ട് ഗിവ് എ ക്വാണ്ടിറ്റേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് കൈനറ്റിക് സ്റ്റെബിലിറ്റി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അത് കറക്റ്റാണ്. കൈനറ്റിക്കോ തെർമോഡൈനാമിക്കോ ആയിട്ടുള്ള സ്റ്റെബിലിറ്റികളെ കുറിച്ച്, അതായത് നമുക്ക് 2 കോർഡിനേഷൻ കോമ്പൗണ്ട് തന്നാൽ അതിനകത്ത് ഏതാണ് കൂടുതൽ സ്റ്റേബിൾ ഏതാണ് കുറവ് സ്റ്റേബിൾ, സ്റ്റെബിലിറ്റി കമ്പാരിസൺ വാലൻസ് ബോണ്ട് തിയറി തരുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ഗീവ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ B ഈസ് കറക്റ്റ്. ഇനി C, ദ ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവ് ദ ഫോർമേഷൻ ഓഫ് NiCN 4 times 2 minus is DsP2. നിക്കലിൻ്റെ ആറ്റോമിക് നമ്പർ 28 കോൺഫിഗറേഷൻ വരിക 3D8 എന്നാണ്. നിക്കലിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഇവിടെ +2 ആണ്. സോ +2 ഓക്സിഡൈസ് സ്റ്റേറ്റിലുള്ള നിക്കലിൻ്റെ കോൺഫിഗറേഷൻ 3D8 എന്ന് വരും. 3D8 ഞാൻ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇവിടെ CN ആണ് നമ്മുടെ ലിഗാൻഡ്. CN എന്ന് പറയുന്നത് നമുക്കറിയാം, CN ഈസ് എ സ്ട്രോങ് ലിഗാൻഡ്, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ് CN. CN എന്ത് ചെയ്യും, ഈ ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് പെയർ ചെയ്യും. പെയർ ചെയ്ത ശേഷം ഞാൻ പെയർ ചെയ്ത് വരയ്ക്കാം, ഇങ്ങനെ തന്നെ വരയ്ക്കാം. സോ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ ഒരു ഇലക്ട്രോൺ ഇവിടേക്ക് മാറിയിരിക്കുന്നു. സോ നൗ ദിസ് ഇസ് എ പെയർഡ് ഇലക്ട്രോൺ. നമുക്കറിയാം ഇവിടെ 4s ഓർബിറ്റൽ വേക്കൻ്റ് ആണ്. ഇത് 3D ആണ്. 4s വേക്കൻ്റ് ആണ്. 4pയും വേക്കൻ്റ് ആണ്. ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് ഈ 3D 4s ആൻഡ് 2 4p ഓർബിറ്റിൽ ചേർന്നിട്ട് DsP2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും നടക്കുക. സോ നമ്മുടെ C സ്റ്റേറ്റ്മെൻറ്റ് ഇത് കറക്റ്റാണ്. NiCN 4 times 2 minusൻ്റെ ഹൈബ്രിഡൈസേഷൻ DsP2 ആയിരിക്കും. ഇനി D സ്റ്റേറ്റ്മെൻറ്റ്, നമ്പർ ഓഫ് പോസിബിൾ ഐസോമേഴ്സ് ഓഫ് cis PtCl2 En twice is 1. ഇത് തെറ്റാണ്. നമുക്കിവിടെ ജോമെട്രിക്കൽ ഐസോമേഴ്സ് പോസിബിൾ ആണ്. സിസ് ആൻഡ് ട്രാൻസ് 2 ജോമെട്രിക്കൽ ഐസോമേഴ്സ് നമുക്ക് ഇവിടെ പോസിബിൾ ആണ്. ഇവിടെ ഒറ്റ ഐസോമറേ ഉള്ളൂ എന്ന് പറയുന്നു, അതെന്തായാലും തെറ്റാണ്. ദെർ ആർ 2 ഐസോമേഴ്സ് പോസിബിൾ. സോ B, C സ്റ്റേറ്റ്മെൻറ്റിലൂടെ കറക്റ്റ് ആണ്. കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 4.